ഗൈസ്, അപ്പം ഇന്ന് കറുപ്പ് മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നേരെ റിവ്യൂയിലേക്ക് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കറുപ്പും സിനിമ ഇറങ്ങിയായിരുന്നു, അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇന്ന് കാണാൻ പോയായിരുന്നു, അത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത പടം, ഒന്നും പറയാനില്ല. മാസ് പടം, സൂര്യയൊക്കെ തകർത്തു. ഒരു രക്ഷയില്ലാത്ത പടം. പിന്നെ ഇതിൽ മെയിനായിട്ട് ആരൊക്കെയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, RJ ബാലാജിയാണ് ഇതിൻ്റെ ഡയറക്ടർ. പിന്നെ തൃഷ ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, അനഘ ഉണ്ട്. പിന്നെ RJ ബാലാജി അഭിനയിക്കുന്നുണ്ട് വില്ലനായിട്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. മാസാണ്, ഒന്നും പറയാനില്ല. ഇത്രയും ഒരു അടിപൊളി മൂവി കുറേ നാളായി. സൂര്യയ്ക്ക് കിട്ടിയിട്ട് കുറേ നാളായി. സൂര്യ ഇന്നേ വരെ ഹിറ്റ് തന്നിട്ട് തന്നെ ലാസ്റ്റ് 2 പടങ്ങളിലുമാണ് സൂര്യ ഹിറ്റ് തന്നത്. ഏതൊക്കെയായിരുന്നു? നമ്മളെ OTTയിൽ വന്ന 2 പടങ്ങളുണ്ട്, ജയ്ഭീമും സുറേ റിപ്പോർട്ട്. ഇത് 2 മാത്രമാണ് ഹിറ്റായത്. ഇനി ഒരു തിയേറ്ററിൽ ഹിറ്റ് ഇറക്കാൻ എത്ര നാളായി കാത്തിരിക്കുന്നത്. ഒന്നും പറ്റണില്ല, ഹിറ്റ് കിട്ടാറില്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു സൂര്യ കംബാക്ക് തന്നെ നടത്തിയിട്ടുണ്ട്. അത്ര പീക്ക് അഭിനയം, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി. പിന്നെ ഫാൻസൊക്കെ ഒന്നും പറയല്ല, ഫാൻസിന് വേണ്ടി ഇറക്കിയ അടിപൊളി പടമാണ്. പക്ഷേ എനിക്ക് വർക്കായിട്ടുണ്ട്, അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. പിന്നെ നോക്കണമെങ്കിൽ ഇപ്പം അത്ര അങ്ങനെ നമ്മളൊക്കെ നോക്കണമെങ്കിൽ അത്രയും പെർഫെക്റ്റ് എവിടെയൊക്കെയോ കുറച്ച് പാളിച്ചുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കല്. പക്ഷേ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഒരു ദൈവവിശ്വാസവും ദൈവിക പോലെയൊക്കെ ഉള്ള ഒരു പടമാണ്. അതിൻ്റെ രീതിയിൽ കാണണം, എന്നാൽ മാത്രമേ അത് എല്ലാവർക്കും കണക്റ്റ് ആവും. പിന്നെ RJ ബാലാജി മോനെ, അടിപൊളി ഡയറക്ഷൻ, ഒന്നും പറയാനില്ല. അത്ര പീക്ക് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി. കുറേ നാളായി എല്ലാവരും അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇറങ്ങാനിരുന്ന പടമായിരുന്നു അത്. ഇന്ന് ഒരു ദിവസത്തെ പ്രശ്നം കാരണം ഇന്ന് ഇറക്കി. എന്തായാലും നല്ലൊരു റിവ്യൂ തന്നെ വരട്ടെ. ഒരു നല്ല ഹിറ്റ് എന്ന് തന്നെ പറയാം. എപ്പോൾ RJന് മുകളിൽ ഇരിക്കും. എന്തായാലും നല്ലൊരു പടം. പിന്നെ RJ ബാലാജി ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു, കരയുന്ന വീഡിയോ. ഇതേപോലെ സീന ഇറക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ്, അത് കണ്ട് ഒരുമാതിരി ബ്രോക്കായിപ്പോയി. പിന്നെ ഇന്ന് എന്തായാലും അതിൻ്റെ ഒരു വെർത്ത് കാണിച്ചിട്ടുണ്ട്. ആ പടം എന്താണ് കാണിക്കുന്നത് എന്ന് അയാൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ പറയണമെങ്കിൽ അത്രയും മാസ് എൻ്റർടൈൻമെൻറ്റ്, ഒരു രക്ഷയില്ല, എൻഗേജ് ചെയ്ത് നിർത്തും തിയേറ്ററിൽ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പക്ക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, അതിലൊന്നും ഒന്നും പറയാനില്ല. അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, തിയേറ്റർ ഇത്ര നാളായി. സൂര്യ എല്ലാവരും കാത്തിരിക്കുകയാണ് തിരിച്ചു വരാൻ വേണ്ടി. എനിക്ക് തോന്നി ഇതിലൂടെ തിരിച്ചു വരും. അത്ര അടിച്ചു പൊളിച്ചിട്ടുണ്ട്, തിരിച്ച് വന്ന്, അങ്ങനെ തന്നെ പറയാം. എന്തായാലും അടിപൊളി പടം, ഒരു രക്ഷയില്ല. നീ ഇങ്ങോട്ട് എങ്ങനെ തന്നെ മുന്നോട്ട് പോട്ട്. ഇനിയിപ്പോൾ അടുത്ത പടങ്ങളെല്ലാം ഒന്ന് ആവേശത്തിൻ്റെ ഡയറക്ടർ നമുക്ക് അറിയാം, അതൊക്കെ ഹിറ്റാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ വിശ്വനാനന്ദൻ ആൻഡ് സൺസ് ഉണ്ട് ഇറങ്ങാൻ, ഇതെല്ലാം ഹിറ്റാവും. എന്തായാലും ഇതൊരു രക്ഷയില്ലാത്ത പടം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ട് എല്ലാവിധ ഇതും കൊടുക്കുന്നുണ്ട്, അനുഗ്രഹവും ഇരിക്കട്ടെ. എന്തായാലും അടിച്ചു പൊളിച്ചൊരു പടം, എന്തു പറയാൻ, അത്രയും പൊളിയായിരുന്നു. വാവ് ഫാക്ടർ ഉണ്ട്. പണ്ടത്തെ നമുക്ക് തമിഴിൽ കിട്ടുന്ന അത്രയും ഒരു പവർ മാസ് പടം, അത്ര അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റ് വാഷാണ്. ലാസ്റ്റൊക്കെ ഒരു സീനുണ്ട്, നമ്മളെ സൂര്യ, ഒരു രക്ഷയില്ലാത്ത അഭിനയം. എന്താ കാണിച്ചു ചെയ്യുന്നത്, ഒന്നും പറയാനില്ല, അടിച്ചു പൊളിക്കാം. എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് നിങ്ങളെല്ലാവരും പോയി കണ്ട് മസ്റ്റ് വാച്ച് പടമാണ്. എല്ലാം കണ്ട് എൻജോയ് ചെയ്യുക, മാസ്സായിട്ട് എൻജോയ് ചെയ്ത് പൊളിച്ചിട്ട് തിരിച്ചിറങ്ങാം. പിന്നെ ഇപ്പം മ്യൂസിക്കിനെ പറ്റി പറയാം. മ്യൂസിക്കൊക്കെ മോനെ സായി പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. സായ ഭയങ്കര മോനെ കൊളുത്തി വിട്ടിരിക്കുന്നു. തിയേറ്ററൊക്കെ കത്തും മ്യൂസിക്കിൽ. പിന്നെ ആളുടെ കൂടെയൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം തന്നെ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഇന്ദ്രൻസ് ഏട്ടനെ എടുത്തു പറയണം മോനെ,
അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ഇൻസൈഡ് അഭിനയിച്ചാണ്. പിന്നെ അനഘ കൊച്ചു അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഓവറോൾ സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം പീക്കിലാണ്, ഒന്നും പറയാനില്ല. അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ പടം. മ്യൂസിക് ആവട്ടെ ഒന്നുമില്ല, ഇതില്ല, കോമഡി വർക്കായിട്ടുണ്ട്, എല്ലാം അടിപൊളിയാണ്. പിന്നെ കുറേ ഡീഗ്രേഡിങ് ഒക്കെ കാണും. സൂര്യ വരുമ്പോൾ എപ്പോഴും ഡീഗ്രേഡിങ് ആണ്, അതെങ്ങനെയാണ് അവർക്കൊക്കെ പടം കൊള്ളില്ലെന്ന് തന്നെ പറയണം. പക്ഷേ ഇത് അങ്ങനെ പറയാൻ പാടില്ല, ഹിറ്റ് ആവേണ്ട പടം തന്നെയാണ്, അറിയിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നല്ല ഫിനാൻഷ്യൽ എന്തോ ഒരു ഇത് കാരണമാണ് ഇറക്കാത്തത്, ആരോ ഇട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് അയാൾക്ക് എന്തായാലും അത് ലാഭമേ ഉണ്ടാക്കുകയുള്ളൂ. അത്ര അടിപൊളി പടമാണ്, ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച്, പോയി എൻജോയ് ചെയ്യുക. എന്നിട്ട് കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. എന്തായാലും ഒരു വല്ലാത്ത കംബാക്ക് ആയിപ്പോയി. ഇനി ഇങ്ങനെ തന്നെ സൂര്യ തുടരട്ട്, നമുക്കെല്ലാം കാത്തിരിക്കാം. എന്തായാലും ഒരു അടിപൊളി പടം. ഇനിയിപ്പോൾ OTT ഇറങ്ങുമ്പോഴും വേണ്ടി വെയിറ്റ് ചെയ്യാം, ഒന്നും കൂടെ കാണാം. ഇതിപ്പോൾ ജോർജിയയിൽ ഇവിടെയാണ് കണ്ടത്, അത് കാരണം വീണ്ടും കാണണമെന്നുണ്ട്. അത് ഇത് ഇറങ്ങുമ്പോൾ നോക്കാം. എന്തായാലും പൊളിക്കട്ട്. നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. ബെസ്റ്റ് പടമാണ്, മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ചാണ്. നിങ്ങൾ പോയി ടിക്കറ്റൊക്കെ ധൈര്യമായിട്ട് എടുക്കുക, പൈസയൊന്നും കേടാവില്ല. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.